ഒരിക്കലും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റാത്ത, അതായത് ഒരിക്കലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരികൾ എഴുതാൻ പറ്റാത്തൊരു ട്യൂൺ ഞാൻ ഒരിക്കൽ കൊടുത്തു. നമ്മുടെ പ്രാഞ്ചേട്ടൻ കിനാവിലെ ജനാലകൾ. അത് കിനാവിലെ ജനാലകൾ തുറന്നു വന്നതാരാണോ. ഇത്രയും ഓക്കെ, ഇതൊക്കെ സിമ്പിളാ. ഇതിന് ഈ ട്യൂണിന് വരി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനോഹരമായിട്ടുള്ള വരികൾ എഴുതി വെച്ചിരിക്കുന്നത് അറിയുമോ. ഇത് കേൾക്കുമ്പോ തന്നെ അന്തം വിട്ടു പോകില്ലേ? അല്ല, ഇത് ടഫാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? നമുക്കെല്ലാം ടഫാണ്. അല്ലല്ല, ദിസ് ഈസ് ക്വൈറ്റ് ടഫ്. അതായത് ഒരു പാട്ടിന്റെ ചരണത്തില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ എൻ്റെ കൂടെ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത് ഗോപി, കീബോർഡില്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല. ഒരു പല്ലവി ഉണ്ടാക്കി ആ രഞ്ജിത്തിനോട് ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ച രഞ്ജിത്ത് അതല്ലോ നമുക്കൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ ജം ഭജം ചം ചം ഒരു റെക്കോർഡിങ് പാറ്റേണിൽ ഒരു ഹമ്മിങ്. അന്ന് സബ്ജക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം അത് അങ്ങനെ വേണമെന്ന്, അന്ന് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കിനാവിലെ തരാര അത് പറഞ്ഞ വഴിക്ക് ഓക്കെ. പല്ലവി കഴിഞ്ഞപ്പോൾ പാട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കേൾക്കണ്ട പുള്ളിക്ക്. അത് ചരണം അനുകൂലം, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് പിന്നെ ഇത് ഓക്കെ ആവില്ല എന്നുള്ള ഒരു സൈഡിൽ ഇതുണ്ട്. ചെന്നൈയിൽ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഗോപി പല്ലവി പ്രോഗ്രാം ചെയ്യും. പല്ലവിയുടെ ബാക്ക്ഗ്രൗണ്ട് അവനാണ് അത് കീബോർഡ് പ്രോഗ്രാം ചെയ്തിങ്ങനെ വോയിസ് ഒക്കെ ഇട്ടിട്ട് തുടക്കത്തിൽ ഭയങ്കര ഗ്രിഗോറിയൻ വോയിസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ചരണം വന്നപ്പോൾ ചരണം ഇല്ലല്ലോ, ചരണം എന്താ ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു AKG 214 മൈക്ക് അത് ഇങ്ങോട്ട് വെച്ചാൽ നീ വായിച്ചോ, ഞാൻ പാടാം. പാട്ട് പാടി, ഇപ്പം ഞാൻ നേരത്തെ പാടിയില്ലേ, ഈ സാധനം അതേപോലത്തെ ഒരു ഒറ്റടിക്കുക പാടുകയാണ് ഈ സാധനം. അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് കൂടി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ടുള്ള സാധനമൊക്കെ പാടി. അവൻ രണ്ട് കേട്ടു, ഓ ഞെട്ടി. അവന്റെ ആ എക്സ്പ്രഷനാണ് എനിക്ക് ഭയങ്കര ഒരു ഊർജമായത്. അതായത് ഇതുവരെയും കേൾക്കാത്ത പോലെ ഒരു അപ്രോച്ച്. അല്ല, ഇത് നമ്മളിതിപ്പോ വലിയ സംഭവം ഒന്നും പറയുന്നില്ല, പക്ഷെ ആ അപ്രോച്ചിനെ ശരിയാക്കിയത് ഇങ്ങനെ വരികൾ. അല്ലെങ്കിൽ ആ അത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്നെ തെറിച്ചു പോയി വിചാരിച്ചാൽ അത് ഇയാൾ വാശിക്കെടുത്തു. എന്നിട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ അത് എഴുതുന്നത്? അല്ല, സെൽഫോൺ. ഞാൻ ഇവിടുന്ന് പാടും, അപ്പൊ അങ്ങനെ എഴുതും. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതും കൂടി പറയാം. അതായത് ഇത്രയേ ഉള്ളൂ, വരികൾ വിട്ടേക്കുക, അത് നിങ്ങൾ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഈണത്തിൻ്റെ ഇത് പറയാം. ഇതാണ് ഞാൻ കൊടുത്ത പറയുന്ന ട്യൂൺ. ഷിബു അത് വരികൾ എഴുതുക, അതായത് ഒരടി കഴിഞ്ഞിട്ട് വൺ തരര എന്ന് പറയണോ, വൺ തരര ഒരൊറ്റ വാക്ക് കൂടുതലാണ്. ഇത് എപ്പോ നോക്കിയാലും ഗായത്രി ആയാലും ഫ്രാങ്കോ ആയാലും സ്റ്റേജിൽ പാടുമ്പോൾ വൺ ടെറ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അര ബീറ്റ് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തകിടം പറയും. പലപ്പോഴും തകിടം പറയാൻ തുടക്കത്തിൽ. ഇപ്പൊ ഒരു സ്റ്റഡിയുടെ ഇപ്പൊ ഗായത്രിയൊക്കെ വളരെ ഇത് കാലഘട്ടത്തിൽ തുടങ്ങണം. വൺ ടെറ ഞാൻ മനസ്സിലായല്ലോ. 1 2 3 1 2 3 1 സിമ്പിളാ. മറ്റേത് 1 2 3 1 2 3 ഇതിപ്പോ ഞാൻ ട്യൂണായിട്ട് പാടുമ്പോ എല്ലാവരും കിട്ടണമെന്നില്ലേ. അപ്പൊ അതിന്റെ വരികൾ പറയുകയാണെങ്കിൽ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. എന്തൊരു വിഷ്വലാണ്. അപ്പൊ അങ്ങനെ ഒരു വരി വന്നപ്പോ അത് പിന്നെ മാറ്റുന്ന പ്രശ്നമില്ല എനിക്ക്. ഞാൻ അത് മാറ്റാൻ സമ്മതിക്കില്ലേ. ഞാൻ പറഞ്ഞു താളം അടിക്കുന്നതൊന്നും പിന്നീട് ആലോചിച്ചേ. ചുമരുകളിൽ മനമെഴുതിയ ചിത്രം. അപ്പൊ താളം ട്യൂൺ കൊടുത്തേ അപ്പൊ ചുമരുകളിൽ മനമെഴുതി മറിഞ്ഞു പോവാണ്.
ചുമരുകളിൽ മനമെഴുതിയ ചിത്രം കണ്ട പിന്നെ കണ്ട ഇതെന്തോടും ഇത് എങ്ങനെ ചെയ്യും. പക്ഷെ ഇത് ട്യൂണും ലിറിക്സും വിടാൻ പറ്റില്ല, ട്യൂണും വിടാൻ പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒരു സൂത്രമുണ്ട്. ചുമരുകളിൽ മനമെഴുതിയ ചിത്രം, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. പാടുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇനി അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. കള്ളിയൊക്കെ പുറത്ത് ഇതൊക്കെ ജനം തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ടു. ഞാൻ ഈ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. റെക്കോർഡിംഗ് ഒക്കെ മിക്സിങ് സമയത്ത് ഞാൻ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. വീട്ടിൽ പാട്ട് കേൾക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് താളം തെറ്റി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ എഞ്ചിനീയർ. അവരൊരു കാൽ വിറ്റ് പോയി. എന്നിട്ട് അപ്പം ഞാൻ ചെന്നൈയിലാണ്. ഗായക്ക് സാറേ അതെന്താ ചുമരുകൾ, അതെന്താ അവിടെ താളം തെറ്റി പറഞ്ഞു പോണത്. ഇത്തച്ചിയെ എഡിറ്റ് ചെയ്തത് അവനത് പിടികിട്ടിയില്ല. അവൻ വിചാരിച്ചു അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചുമരുകളിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കാൽ ബീറ്റ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം തള്ളുകയാണ് ചെയ്യുന്നത്. ഓർക്കസ്ട്രയായിട്ട് തെറ്റില്ല, കാരണം ഓർക്കസ്ട്ര അടക്കാണ് തള്ളിയിരിക്കുന്നവൻ. ഇത് നേരത്തെ വന്നതാന്ന് വിചാരിച്ചിട്ട് ഇത് നേരത്തെ പാടുന്നതാ. മനസ്സിലായോ? എന്താല്ലേ എന്തൊക്കെ സംഭവിക്കുന്നു, ജനതൊന്നും അറിയുന്നില്ല. നമ്മൾ തീരം തേടുവോളമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് ഈ രാവിൽ ഞാൻ നിന്നെ തൊട്ടുണർത്തും, നിന്നങ്കുലികൾ ലാളിക്കും, ഞാനൊരു ചിത്ര വിഭജിക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബിറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ വന്നു പോവും, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടേക്കാം എന്ന് തീരുമാനിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ സമയത്ത്? ആ പാട്ടിലൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാം അങ്ങനെ തന്നെ. അതിൽ ആകപ്പാടെ രണ്ടാമത് നമ്മൾ ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രിയനെ അന്ന് ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് നിൽക്കണു. അതേ പ്രൊഡ്യൂസർ പാവന്ന് നമ്മളോട് കൂടിയില്ല, നമ്മുടെ ശ്രുതി സായി. അപ്പോൾ പൈസയ്ക്കൊന്നും ഒരു പഞ്ഞില്ല. ഞങ്ങൾ AVM RRൽ റെക്കോർഡ് ചെയ്ത് ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം അതേ പാട്ട് തന്നെ വീണ്ടും ശിവമണീനെയൊക്കെ വിളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രം ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡ്രംസും സാധനങ്ങളും ഫുള്ളായിട്ട് നിറച്ചു. അങ്ങനെ ഒരു വ്യത്യാസം വന്നത് അല്ലാണ്ട് അത് പ്രിയൻ പറഞ്ഞിട്ടാണ് കുറച്ചും കൂടി ടം ടും ടും ഇത് കുറേ വേണം പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ബിറ്റുകളൊക്കെ നമ്മൾ ആ സ്പോട്ട് നമ്മൾ ആ കമ്പോസ് ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മളുടെ മനസ്സിൽ. ഞാൻ വീട്ടിലിരുന്നിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് വിജയകുമാർ, പുള്ളിയും വെച്ചിട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് എല്ലാം പ്ലാൻഡാണ്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ പ്രിയൻ പറഞ്ഞിട്ട് അതിലൊരു ബിറ്റുണ്ട്. അതായത് തീരം തൊടുമോളം പ്രേമഗീതങ്ങൾ തന്നു ചം ചം എന്ന് പറഞ്ഞിട്ട് വയലിൽ ഒരു ചിങ് എന്ന് പറഞ്ഞിട്ടൊരു ബിറ്റുണ്ട്. ചങ് അത് പ്രിയന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവിടെ ഒരു വയലിൻ്റെ ഒരു ചെറിയൊരു ഒരു സ്ട്രോക്ക് കൊടുക്കണം. അങ്ങനെ അതും പിറ്റേ ദിവസം വയലിനിസ്റ്റിന് 2 പേയ്മെന്റ്. തലേ ദിവസം വായിച്ചവർക്ക് അവരെന്നെ പിറ്റേ ദിവസം വന്നു ഡബിൾ പേയ്മെന്റ്. ഈ ചം വായിക്കാൻ വന്ന് അവർ വായിച്ച് നല്ല ഭംഗിയിൽ